നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളിയിൽ നിന്നും 7 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്ത കേസിൽ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. LDF കയ്പമംഗലം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നാട്ടിക നിയോജക മണ്ഡലത്തിലെ പ്രശ്നബാധിത മേഖലകളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തൃപ്രയാർ കിഴക്കേനട പ്രധാന റോഡ് മുതൽ സരയൂ തീരം വരെയുള്ള വഴി ടൈൽ വിരിച്ചതിന്റെയും മണ്ഡപം നവീകരിച്ചതിന്റെയും ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളിയിൽ നിന്നും 7 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്ത കേസിൽ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ലോറിയിൽ 7 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ കടത്തിയ കേസിൽ 1ഉം 2ഉം പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജ് അന്യാസ് തയ്യിൽ ആണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. മാള ഗുരുതിപ്പാല സ്വദേശി കാട്ടുപറമ്പിൽ വീട്ടിൽ സുമേഷ്, മാള പഴുക്കര സ്വദേശി കുന്നുമ്മേൽ വീട്ടിൽ സുജിത് ലാൽ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. 2022 ഏപ്രിൽ 3 പുലർച്ചെ 4:20 വാടാനപ്പള്ളി ജംഗ്ഷനിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. KL 45U 9003 നമ്പർ ചരക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന ഹാഷിഷ് ഓയിൽ അന്നത്തെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയിരുന്ന സലീഷൻ ശങ്കരന്റെ നേതൃത്വത്തിൽ അന്നത്തെ വാടാനപ്പള്ളി SI വിവേക് നാരായണനും സംഘവും ചേർന്നാണ് പിടികൂടിയത്. LDF കയ്പമംഗലം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. TV സുരേഷ് ബാബു അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KK വത്സരാജ്, INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാര, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, PM മുഹമ്മദ്, നൂറുൽ ഹുദ, IS കാസിം, NK സുരേഷ്, റഹീം, MD സുരേഷ് ജോഷി എന്നിവർ സംസാരിച്ചു. 1.5 മാസക്കാലം കൊണ്ട് ചെയ്തു തീർക്കേണ്ട പ്രവർത്തന പരിപാടികൾ നമ്മൾ 2 ആഴ്ച കൊണ്ട് ചെയ്തു തീർക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ചെയ്യേണ്ട ഒട്ടേറെ സൂക്ഷ്മതല പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ സമയം വളരെ കുറവാണ്. ഒട്ടേറെ പ്രവൃത്തികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം ചെയ്തു തീർക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ തിരഞ്ഞെടുപ്പിന് സ്വന്തം തെരഞ്ഞെടുപ്പായി കണ്ട് പരമാവധി ഭൂരിപക്ഷം നേടാവുന്ന ചുറ്റുപാടുകളിലേക്ക് നമ്മളും നമ്മുടെ സമൂഹത്തെയും എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തന പരിപാടികൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന നിലയ്ക്ക് തിരഞ്ഞെടുപ്പ് കൺവെൻഷനും തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ഇത് രൂപം കൊടുക്കുന്നത്. ആ കമ്മിറ്റിയുടെ കീഴിലാണ് പ്രവർത്തനം കൃത്യമായി നടന്നു പോകേണ്ടത്. ഇത് കൃത്യമായി പരിപാലിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കയ്പമംഗലത്ത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ KK വത്സരാജിനെ വിജയിപ്പിക്കാൻ നമുക്ക് കഴിയും. രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയണം എന്ന് കരുതുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ രാഷ്ട്രീയ വിഷയം. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകി വരുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ
നവകേരള നിർമ്മിതിക്ക് വേണ്ടി LDF ഗവൺമെൻറ് നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആ കാര്യങ്ങൾ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളീയ ജനതയെ ചിന്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ പ്രവർത്തകർക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നാണ് നമ്മൾ കരുതുന്നത്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നാട്ടിക നിയോജക മണ്ഡലത്തിലെ പ്രശ്നബാധിത മേഖലകളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. വലപ്പാട് പോലീസും സായുധ പോലീസ് സേനാ വിഭാഗവും സംയുക്തമായാണ് മാർച്ച് നടത്തിയത്. നാട്ടിക പഞ്ചായത്ത് പരിധിയിലെ ചേർക്കര സ്കൂൾ മുതൽ AKG ഉന്നതി റോഡ് വരെയും തൃപ്രയാർ ക്ഷേത്രം പടിഞ്ഞാറേ നട മുതൽ ബസ് സ്റ്റാൻഡ് വരെയുമാണ് മാർച്ച് നടന്നത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ, SI-മാരായ എബിൻ, VA നൂറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ കിഴക്കേ നട പ്രധാന റോഡ് മുതൽ സരയൂ തീരം വരെയുള്ള വഴി ടൈൽ വിരിച്ചതിന്റെയും മണ്ഡപം നവീകരിച്ചതിന്റെയും ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിച്ചു. നിർമ്മാണ ചെലവ് വഹിച്ച പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മഠാധിപതി ഉണ്ണി ദാമോദരനെ ചടങ്ങിൽ ആദരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ, ദേവസ്വം മാനേജർ ഹരിഹര ഭട്ട്, ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിദാസ്, വിനോദ് നടുവത്തേരി, C. പ്രേംകുമാർ, ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ്, UP കൃഷ്ണനുണ്ണി, സജൻ മേനോൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. ശ്രീരാമസ്വാമിയുടെ സന്നിധിയിൽ ഈ സായാഹ്നത്തിൽ ഈ രാജപാത തുറന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ദേശീയപാതയിൽ കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ കാറും ട്രാക്ടറും കൂട്ടിയിടിച്ച് അപകടം. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി തുളസി ഭവനിൽ ജിത്തിന്റെ ഭാര്യ അർച്ചനയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ കൈപ്പമംഗലം ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. പനമ്പിക്കുന്നിൽ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തെ സർവീസ് റോഡിൽ നിന്നും റോഡ് ക്രോസ് ചെയ്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്ന NH നിർമ്മാണ കമ്പനിയുടെ ട്രാക്ടറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി മടങ്ങുകയായിരുന്ന ഹരിപ്പാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. VPM SNDP HSS കഴിമ്പ്രം സ്കൂളിൽ കായികോത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി പ്രീ പ്രൈമറി വിദ്യാലയങ്ങളിലെ കുരുന്നുകൾ ആവേശത്തിമിർപ്പിലാണ്. ഉല്ലാസത്തിന്റെയും ഉന്മേഷത്തിന്റെയും നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തളിക്കുളം BRCക്ക് കീഴിലുള്ള VPM SNDP HSS കഴിമ്പ്രം സ്കൂളിലെ കായികോത്സവം CRCC കോർഡിനേറ്റർ ബനീഷ് ബാബു TS ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജിത്തു VR അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു ടീച്ചർ, പ്രധാനാധ്യാപകൻ ദിലീപ് കുമാർ മാസ്റ്റർ, മുജീബ് മാസ്റ്റർ, ലേഖ ടീച്ചർ എന്നിവർ സംസാരിച്ചു. കായികക്ഷമതയും മാനസികാരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതി പ്രകാരം ലഭ്യമാക്കിയ കായികോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് വിദ്യാലയങ്ങളിൽ കായികോത്സവം സംഘടിപ്പിക്കുന്നത്. പട്ടിക്കാട് ചുവന്നമണ്ണിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. ചുവന്നമണ്ണ് സ്വദേശി മാടപ്പുറം വീട്ടിൽ ചന്ദ്രനാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സംഭവത്തിൽ പ്രതിയായ വാവലക്കാട്ട് ഗോപാലൻ എന്നയാൾക്കെതിരെ പോലീസ് അന്വേഷണം തുടരുന്നു. കുണ്ടന്നൂരിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ പിടികൂടി. തെക്കേക്കര ചാലിക്കുളം ജനാർദ്ദന്റെ ഉടമസ്ഥയിലുള്ള പറമ്പിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. രാവിലെ കൃഷിക്ക് വെള്ളം തിരിക്കാനെത്തിയ ജനാർദ്ദനാണ് കിണറ്റിൽ വീണ കാട്ടുപന്നിയെ കണ്ടത്. ഉടൻ തന്നെ വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ടിന് വിവരം അറിയിച്ചു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാട്ടുപന്നിയെ പിടികൂടി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ നാട്ടിക നിയോജക മണ്ഡലം പര്യടനം ആരംഭിച്ചു. കീഴ്പള്ളിക്കര സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രചരണം തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 10 വർഷത്തെ അഴിമതി ഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിൽ വരുമെന്ന് മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. UDF തെരഞ്ഞെടുപ്പ് താന്യം മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ജനറൽ കൺവീനർ PB രമേശ്, UDF നേതാക്കളായ അനിൽ പുളിക്കൽ, PI ഷൗക്കത്ത് അലി, നൌഷാദ് ആറ്റുപറമ്പത്ത്, വികാസ് ചക്രപാണി, KK അശോകൻ, അബ്ദുള്ള VK, പ്രദീപ് VK, സുശീലൻ MK എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലത്തിലെ 20ഓളം സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. കീഴ്പള്ളിക്കലയിൽ നിന്നും രാവിലെ ആരംഭിച്ച് വൈകിട്ട് പെരുങ്ങോട്ടുകര 4 കൂടിയ സെന്ററിൽ സമാപിച്ചു. വിദ്യാർത്ഥിയായ ശ്രീറാം പേന കൊണ്ട് വരച്ച സ്ഥാനാർത്ഥിയുടെ ചിത്രം സുനിൽ ലാലൂരിന് കൈമാറി.
കയ്പമംഗലത്തെ വികസന ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്ത് കോഫി വിത്ത് വത്സരാജ്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശാന്തിപുരം പള്ളിനടയിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചു. TS സജീവൻ മോഡറേറ്ററായി. തൊഴിലുറപ്പിൽ ജോലി ചെയ്ത് മകനെ വളർത്തി മികച്ച പൊതുപ്രവർത്തകനാക്കിയ അമ്മയോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ച് ഷാഫി പറമ്പിൽ. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റോഡ് ഷോയുടെ മാളയിൽ നടന്ന സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷാഫി പറമ്പിലിനൊപ്പം ജനീഷും അമ്മയും ഭാര്യയും ഉണ്ടായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കൊടിയൻ, ഷോൺ പെല്ലിശ്ശേരി, ഇരിങ്ങാലക്കുട മണ്ഡലം സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ എന്നിവരും റോഡ് ഷോയിൽ പങ്കെടുത്തു. ഈ ചെറുപ്പക്കാരനെ കൊടുങ്ങല്ലൂർ അതുപോലെ ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ സമയം ചെലവഴിക്കലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു. KSUക്കാരനായ ജനീഷ് എത്രത്തോളം അടി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ ജില്ലയിലെ സംഘടനാ പ്രവർത്തകർക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാം. ഏൽപ്പിച്ച ഉത്തരവാദിത്വം കഠിനമായി അധ്വാനിച്ച് നിറവേറ്റാൻ സദാസമയം അവൈലബിളായ, രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന, ഒരുപക്ഷെ അമ്മ പോലും ആഗ്രഹിച്ച സമയത്ത് വീട്ടിലെത്താത്ത, അല്ലെങ്കിൽ വൈഫ് പോലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊന്നും കിട്ടാതെ ഞാനും നിങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അക്ഷീണം യത്നിച്ച ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ഈ പ്രസംഗിക്കുമ്പോ MLA ഒന്നും ആയിട്ടില്ല, MP ഒന്നും ആയിട്ടില്ല. പക്ഷെ ഒരു വാക്ക് എനിക്ക് ഈ അമ്മയോട് പറയാൻ പറ്റും. അമ്മ, നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ മകൻ ചെലവഴിച്ച ആ സമയത്തിനുള്ള ഇഷ്ടമാണ് ആയിരക്കണക്കിനായ ലീഡറുടെ മണ്ഡലമൊക്കെ ഇനി തിരികെ പിടിക്കാതെ മറ്റൊരാൾക്ക് മാളയുടെ ഒരു മാണിക്യം ഈ നാടിനോളം വളർന്നതും നാടിന് മേൽവിലാസമായതും ഒക്കെ നമ്മുടെ സിരകളിൽ ഇന്നും ഓടുന്ന രക്തത്തിൽ അത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കലർന്നിട്ടുണ്ടെങ്കിൽ, ആ മാളയുടെ ഈ കൊടുങ്ങല്ലൂരിന്റെ അതിന്റെ മുഴുവൻ ലെഗസിയും തിരിച്ചു പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിന് ചന്ദ്രാപിന്നിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റ് തകർത്തു. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ഇലക്ട്രിസിറ്റി പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ ചന്ദ്രാപിന്നി എടത്തിരുത്തി മധുരംപള്ളി റോഡിൽ മടത്തിക്കുളം ഭാഗത്താണ് അപകടം. ചന്ദ്രാപിന്നി ഈസ്റ്റ് ഭാഗത്തു നിന്നും അലുവത്തിരുവ് ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറ്റും മഴയും പെരിഞ്ഞനത്ത് മരം വീണ് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു. പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും പെരിഞ്ഞനം വെസ്റ്റിൽ മരം വീണ് ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഒടിഞ്ഞു വീണു. പെരിഞ്ഞനം വെസ്റ്റ് ക്രിസ്ത്യൻ മാസ്റ്റർ സ്കൂളിന് സമീപത്താണ് സംഭവം. ഇലക്ട്രിസിറ്റി പോസ്റ്റ് റോഡിന് കുറുകെ വീണതിനാൽ ഓണപ്പറമ്പിൽ നിന്നും സ്കൂൾ പരിസരത്തേക്കുള്ള ഗതാഗതവും മേഖലയിൽ വൈദ്യുതിയും തടസ്സപ്പെട്ടു. ആറാട്ടുപുഴ പൂരം കൊച്ചിൻ ദേവസ്വം ബോർഡ് 10,40,00,000 രൂപയ്ക്ക് ഇൻഷൂർ ചെയ്തു. മാർച്ച് 20 മുതൽ ഏപ്രിൽ 2 വരെയുള്ള 14 ദിവസത്തേക്കാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിന്റെ 24 ക്ഷേത്രങ്ങൾക്കും പൂരവുമായി ബന്ധപ്പെട്ട് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇൻഷൂർ ചെയ്തത്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി പുറപ്പാട് മുതൽ വിവിധ ക്ഷേത്രങ്ങളിലെ അത്തം കൊടിക്കുന്ന് നടക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ പൂരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കായി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ തൃശൂരിലെ മെയിൻ ബ്രാഞ്ചാണ് പൂരം ഇൻഷുർ ചെയ്തിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടാനപ്പള്ളിയിൽ നിന്നും 7 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്ത കേസിൽ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. LDF കയ്പമംഗലം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. (2026) കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നാട്ടിക നിയോജക മണ്ഡലത്തിലെ പ്രശ്നബാധിത മേഖലകളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തൃപ്രയാർ കിഴക്കേനട പ്രധാന റോഡ് മുതൽ സറയൂ തീരം വരെയുള്ള വഴി ടൈൽ വിരിച്ചതിന്റെയും മണ്ഡപം നവീകരിച്ചതിന്റെയും ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.